അല്ല, മോള് പോയെന്നാണല്ലോ ന്യൂസിൽ കണ്ടത്. ഇതും എന്റെ മോളാ സിസ്റ്ററെ, പേരായിനു. ഇത് രണ്ടാമത്തെ ആളാ, സച്ചു. മിടുക്കരാണല്ലോ രണ്ടുപേരും. അമ്മയ്ക്ക് പേടിയായോണ്ട് കൂട്ടുവന്നതാണോ? അല്ല, ഞങ്ങൾ ആരും കാണാതെ ഒളിച്ചോടിയതാ. ആഹാ. അയ്യോ, അങ്ങനൊന്നും പറയില്ല സച്ചിക്കുട്ടാ. ആഹാ, മോളാള് കൊള്ളാലോ. സ്വന്തം മകനുണ്ടായിട്ടും സഹോദരിയുടെ മകനായ ദീപേട്ടനല്ലേ അച്ഛൻ മകനെ പോലെ സ്നേഹിച്ചത്. അത് അങ്ങനെയല്ല രചിത. അങ്കിള് നമുക്ക് വേണ്ടിയാണോ? നമുക്ക് വേണ്ടിന്ന സമയം കഴിഞ്ഞില്ലേ? ഞാൻ വിവാഹിതയായി, എനിക്കൊരു ഭർത്താവും ഉണ്ട്. എന്റെ കുടുംബം നല്ല രീതിയിൽ പോകാൻ ആഗ്രഹിക്കുന്നതിന് പകരം ഇപ്പോഴും അച്ഛൻ എനിക്കുള്ളത് കൂടെ പിടിച്ചെടുത്ത് നിങ്ങൾക്ക് തന്നില്ലേ? അപ്പൊ പിന്നെ ഒന്നും കിട്ടാതെ വളർന്ന അയാളുടെ ജീവിതം ഇങ്ങനെ ആയതില് എന്തെങ്കിലും അതിശയമുണ്ടോ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വസുധയെ നാട് കടത്തിയിട്ട് പ്രയോജനമൊന്നുമില്ല. ഒന്നുകിൽ ഒപ്പ് വേണം, അല്ലെങ്കിൽ അവളെ അങ്ങ് തീർക്കണം. ഞങ്ങൾക്ക് ഒപ്പ് കിട്ടിയാ മതി. ഇനി അവളെ കൊല്ലാൻ നടക്കുകയൊന്നും വേണ്ട. ഇതിലും ഭേദം അവളെ കൊല്ലുന്ന. അവൾ ഒപ്പിട്ട് തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അറിഞ്ഞോണ്ട് അവൾ ഒപ്പിട്ട് തരില്ല. എന്തെങ്കിലും സൂത്രം ഉപയോഗിക്കേണ്ടി വരും. നീയൊന്നും അറിയുന്നില്ല സനീഷേ. ഈയിടെയായിട്ട് അവളുടെ പോക്കും വരവും ഇത്തിരി കൂടുതലാ. എങ്ങോട്ടാണ് എന്തിനാണെന്നൊന്നും പറയാതെ തോന്നുന്ന പോലെ ഒരു പോക്കാ. തോന്നുമ്പോ കേറി വരും, പോവും. ഇവിടെ ആരെയും പേടിക്കണ്ടെന്ന മട്ടാ. അമ്മയ്ക്ക് ഒരു ദിവസം ആരെങ്കിലും പറ്റി കുറ്റം പറഞ്ഞെങ്കിൽ സമാധാനം കിട്ടില്ല അല്ലേ? തനിക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. ഞങ്ങൾ തനിക്കിട്ട പേരാ മരിയ. ഹോസ്പിറ്റലിലുള്ള സമയത്താ തന്നെ അവസാനമായിട്ട് കാണുന്നത്. പിന്നെയുള്ള തന്റെ വിവരങ്ങൾ ഞങ്ങൾ ന്യൂസ് ചാനലിൽ കൂടിയാ അറിയുന്നത്. പണം അത് മനുഷ്യനെ വളർത്തുമോ തളർത്തുമോ? സ്നേഹത്തിനും ബന്ധത്തിനും മുകളിൽ പണം മനുഷ്യന് പ്രിയമാകുമ്പോൾ വസുധയിൽ സംഭവിക്കുന്നത് മരണത്തിന്റെ മണമുള്ള നിമിഷങ്ങളോ? എത്ര കാലം തനിക്ക് ആ കുഞ്ഞിനെ ഒളിച്ചു വെക്കാൻ കഴിയും? ഇന്നല്ലെങ്കിൽ നാളെ തന്നെ ആ കുട്ടിയുടെ അച്ഛൻ കണ്ടെത്തില്ലെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? വസുധയെയും കുഞ്ഞുങ്ങളെയും വേട്ടയാടാൻ തുടങ്ങുമ്പോൾ രക്ഷകനായി അവതരിക്കാൻ പോകുന്നത് ആര്? മരണത്തിനും ജീവിതത്തിനുമിടയിലെ കരളലിയിപ്പിക്കുന്ന നിമിഷങ്ങളുമായി വസുധ. കാണുക തുടർന്നുള്ള ഭാഗങ്ങളിൽ.